എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ പതുക്കെ മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാനായിട്ട് മിറ്റത്തേട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ ഒരാൾക്ക് ഫുട്ബോൾ കളിക്കണം. അവൻ്റെ ഫുട്ബോൾ ഞങ്ങൾ ഈ ചെടിച്ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതെന്നാന്നോ, ഈ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കര പട്ടിശല്യം. അപ്പോൾ പട്ടിയെല്ലാം കൂടെ കടിച്ച് പറിച്ച് കളയും. അതുകൊണ്ട് ഞങ്ങൾ ഈ ചെടിച്ചട്ടിയിൽ പണ്ട് നമ്മൾ അടുക്കളയിലൊക്കെ മീൻകറി പൂച്ച എടുക്കാതിരിക്കാൻ ഉറിയിൽ വെക്കുമായിരുന്നല്ലോ, അതുപോലെ ഫുട്ബോൾ പട്ടി എടുക്കാതിരിക്കാൻ ഈ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പണ്ട് ഇവിടെ കുറേ ചെടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ ആ ചെടിയെല്ലാം നശിച്ചു പോയെങ്കിലും ഈ ചെടിച്ചട്ടി ഞങ്ങളിങ്ങനെ സ്മാരകം പോലെ അവിടെ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ കൊടുത്തു. ഇപ്പം എന്നെ തൂത്ത് വരാനൊന്നും സമ്മതിച്ചില്ല. അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം പെട്ടെന്നൊന്ന് തൂത്ത് വാരിയിട്ടു. അധികം ഇലകളൊന്നും ഇല്ല കേട്ടോ, ഈ ചെടികളുടെയൊക്കെ ഇലയും പൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൂത്തുവാരലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെയിലൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ചെടിക്കൊക്കെ ഇനിയിപ്പോൾ രാവിലെയും വൈകിട്ടും എല്ലാം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് അവൻ വിഹാൻ അങ്ങ് ഓസൊക്കെ ഓണാക്കി, പൈപ്പൊക്കെ ഓണാക്കി ഓസൊക്കെ ആയിട്ട് അയാൾ വെള്ളമൊഴിയൊക്കെ അങ്ങ് തുടങ്ങി. അപ്പം പക്ഷേ ഓസിന് നീളം കുറവായിരുന്നു. അപ്പോൾ വലിയൊരു ഓസുണ്ട്, ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അവനിവിടെ മുഴുവൻ കുളമാക്കും. അതുകൊണ്ട് ആ ചെറിയ ഓസ് ഇട്ടിട്ട് അതുകൊണ്ട് മാക്സിമം ചെയ്യാവുന്നത്രയും ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം പിടിപ്പിക്കാമല്ലോ എന്ന് കരുതി അവനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഓസിൻ്റെ നീളം കുറഞ്ഞപ്പോഴേക്കും ആൾ ഓടിപ്പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ബക്കറ്റിൻ്റെ കൂടെ കപ്പ് എടുക്കാൻ മറന്നു പോയെന്ന് പറഞ്ഞ് കപ്പ് എടുത്തുകൊണ്ട് വന്നു. ആ കപ്പിനകത്ത് ഈ നീലം നമ്മൾ തുണിയിൽ മുക്കുമല്ലോ, നീലം ആ കപ്പിനകത്തുണ്ടായിരുന്നു. അവൻ ആ കപ്പ് നീലത്തോടു കൂടി ആ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ നീല വെള്ളം ചെടിക്ക് ഒഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു പുള്ളിക്ക്. പക്ഷെ അവൻ പൈപ്പ് ഓണാക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ ആ നീലമൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അല്ലെ അവൻ ആ നീല വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ അവൻ പിന്നെ ആ ബക്കറ്റിനകത്തൊക്കെ വെള്ളം പിടിക്കുക. ഇനിയിപ്പോൾ വെള്ളമെല്ലാം പിടിച്ചിട്ട് ഈ ചെടിക്കെല്ലാം ഇങ്ങനെ കപ്പിനകത്ത് കോരി ഒഴിക്കുക. അതാകുമ്പോൾ അധികം വെള്ളവും ചിലവാകത്തില്ല, വെള്ളം വെറുതെ വേസ്റ്റായി പോകത്തില്ല എന്നുള്ളൊരു ഉദ്ദേശമൊക്കെയാണ്. പക്ഷേ ഇവനാണ് സംഭവം ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ടാങ്ക് വെള്ളത്തിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത്. കാരണം പുള്ളിയുടെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വാശിയായി ബഹളമായി അവന് ഒരു ചെടിക്ക് തന്നെ അവൻ കുറേ വെള്ളം ഒഴിക്കും. പണ്ടങ്ങനെ ഒരു ചെടിക്ക് തന്നെ ഒരു ബ്ലൂ കളറിൽ പൂ ഉണ്ടാകുന്നൊരു ചെടി ഉണ്ടായിരുന്നു ഇവിടെ. അതിന് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം കൊണ്ട് വെള്ളം ഒഴിച്ച് അവസാനം ആ ചെടി അങ്ങ് ചീഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇഷ്ടം. അങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എയ്റോപ്ലെയിൻ്റെ ശബ്ദം കേട്ടത്. അപ്പോഴേക്ക് ഓടി വന്ന് മേളിലോട്ട് ആകാശത്തോട്ട് നോക്കി കുറേ നേരം നിന്ന് കണ്ടു കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ എയ്റോപ്ലെയിനൊന്നും കാണാനില്ലെങ്കിലും ഞങ്ങൾ എയ്റോപ്ലെയിനൊക്കെ കണ്ടു. എയ്റോപ്ലെയിൻ്റെ ശബ്ദമെല്ലാം കേട്ട് കുറേ നേരം എയ്റോപ്ലെയിനെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ഞാൻ ഇപ്പുറത്തെ മിറ്റം, ഞങ്ങൾക്ക് വടക്ക് വശത്തെ മിറ്റമുണ്ട്, അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ഞാൻ ഈ വടക്ക് വശം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. പണ്ട് എനിക്ക് ഈ വടക്കും തെക്കും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഇത് പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ വടക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദിക്ക് പറയുന്നതാണ് ഇവരുടെയൊക്കെ ഒരു ശീലം അങ്ങനെ. അപ്പോൾ വന്ന സമയത്ത് എന്നോട് വടക്ക് വശത്ത് ലൈറ്റ് ഇടാനും തെക്ക് വശത്ത് ഇച്ചയെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഏത് വശം എങ്ങോട്ടാണ് പോകണ്ടേ. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടോ. അങ്ങനെ ഞാൻ അവിടെ മിറ്റം എല്ലാം അടിച്ചു. അവിടെയും വന്നവൻ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ചു. അങ്ങനെ ഞാൻ മിറ്റം എല്ലാം അടിച്ച് വാതിക്കലോട്ട് വന്നപ്പോഴത്തെ ആ കോടമഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഞങ്ങൾക്ക് മൂന്നാറിലൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ തന്നെ കോടമഞ്ഞ് കാണാം. പക്ഷെ ആരെങ്കിലും കരികില കൂട്ടിയിട്ടിട്ട് ഇത് അതുപോലെ കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആരോ തീ കത്തിക്കുന്നതാണ് കേട്ടോ. മിറ്റവടിയെല്ലാം കഴിഞ്ഞ് എനിക്ക് പിന്നെ അന്നേരം തന്നെ കുളിക്കണം. കാരണം ദേഹമെല്ലാം ഭയങ്കരമായിട്ട് വേർക്കുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അപ്പം തന്നെ കുളിക്കണം. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിക്കാനായിട്ടൊക്കെ ഉള്ള പരിപാടിയെല്ലാം നോക്കുവാണ്. ഞാൻ കുളിച്ചിട്ട് വേണം വിഹാനെ കുളിപ്പിക്കാൻ. സാധാരണ ഞാൻ നേരെ തിരിച്ച് അവനെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിറ്റം അടിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴത്തേക്കും അവിടുന്ന് പതുക്കെ സ്ഥലം വിട്ട്, അത് മേളിൽ ഞങ്ങളുടെ കരോട്ട് താമസിക്കുന്നുണ്ട്, ഞങ്ങളുടെ അപ്പച്ചിയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലോട്ട് പോയി അവിടെ കുറച്ച് നേരം കളിക്കാനായിട്ട്. അപ്പോൾ അവൻ വരാൻ ലേറ്റ് ആവും. ഞാൻ വിളിക്കുന്നതോടും വരെ അവൻ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഞാനങ്ങ് പോയി കുളിക്കാമെന്ന് കരുതി ഞാൻ ഓടിപ്പോയി കുളിക്കാനായിട്ട് കയറി. കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മേളിൽ നിന്ന് അവൻ വിളിച്ചു. അവിടുത്തെ അമ്മച്ചിക്ക് 2 ഉള്ളി വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അമ്മച്ചിക്ക് 2 ഉള്ളി വേണം എന്ന് പറഞ്ഞ്.
ഞാൻ പിന്നെ 2 സവോളയൊക്കെ എടുത്തുകൊണ്ട് വന്നു അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ എന്നിട്ട് മേളിലത്തെ വഴിയിൽ വന്നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ അതങ്ങ് കൊടുത്തു വിട്ടേച്ചാൽ മതി. അങ്ങനെ ഞാനത് അവൻ്റെ കൊടുക്കാനായിട്ട് അപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് നിൽക്കുന്നു. അവിടെ വന്ന് നിന്ന് എന്നോട് ഇതാ പറയുന്നത്, അമ്മച്ചിക്ക് 2 ഉള്ളി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ബഹളം വെക്കാണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പതുക്കെ ആ സ്റ്റെപ്പെല്ലാം കയറി മേളിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാം ഈ മരമൊക്കെ ഉണ്ടായിരുന്നു, കുറേ മരവും അതും ഇതും എല്ലാം വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നാശമായിട്ട് കിടക്കും. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ കയറിപ്പോയില്ലെങ്കിൽ അവിടെ നിന്ന് നേരെ താഴോട്ട് വന്ന് വീഴും. അതുകൊണ്ട് അവനോട് സൂക്ഷിച്ചൊക്കെ പോകാൻ പറഞ്ഞ് ഞാൻ അവനെ കയറ്റി വിട്ടു. അപ്പോൾ അമ്മച്ചി അവിടെ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ പിന്നെ അമ്മച്ചിയുടെ കയ്യിൽ അതുകൊണ്ട് കൊടുത്തിട്ട് അവൻ അപ്പം തന്നെ വന്നു. ഷവറിൽ കുളിക്കാൻ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും സവോള കൊണ്ട് കൊടുത്തിട്ട് ഓടിഞ്ഞു പോന്നു. ഇവനാണെങ്കിൽ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കത്തുള്ളായിരുന്നു. അപ്പോൾ ആ ശീലം ഒന്ന് മാറ്റാനായിട്ട് ഞാനിങ്ങനെ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴും നമുക്ക് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും നമുക്ക് വെള്ളം ചൂടാക്കി തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചെറുപ്പത്തിലെ നമ്മൾ ഈ നോർമൽ വാട്ടറിലൊക്കെ കുളിച്ച് അത് ശീലമായി കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പോയി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പനി വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിന് കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഈ ഷവറിൽ കുളിക്കുക എന്നുള്ളത്. ഷവറിൽ കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ ഇഷ്ടമാണ്. അല്ലാതെ പൈപ്പിൽ വെള്ളം പിടിച്ച് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും ഭയങ്കര തണുപ്പാണ്, എനിക്ക് ചൂടുവെള്ളം വേണമെന്ന്. അപ്പോൾ ഷവറിലാകുമ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് കളിക്കും. അപ്പോൾ എത്ര തണുപ്പാണെങ്കിലും പുള്ളിക്ക് അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുളിക്കാമെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ കൊണ്ടുവരിക. വൈകുന്നേരം ഞാനിങ്ങനെ തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിപ്പിച്ച് അങ്ങ് ശീലിപ്പിക്കുക. ഇപ്പം പനിയൊക്കെ വരാതൊക്കെ അതൊന്ന് ശീലമായി കഴിയുമ്പം പനി വരാതൊക്കെ ഇരുന്നോളും. അപ്പോൾ അതിന് ഞാൻ അവനൊരു ടവലൊക്കെ ഉടുപ്പിച്ച് അങ്ങോട്ട് വിട്ടു. ഇനി കുളിക്കുക എന്നുള്ളതാണ് ഒരു നീണ്ട പ്രോസസ്സാണ്. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അവിടെ നിന്നങ്ങ് കുളിക്കും. അവസാനം അടിയും തല്ലും പിടിയൊക്കെ കഴിഞ്ഞിട്ടേ കയറി വരത്തുള്ളൂ. അപ്പോൾ അതിന് ഞാൻ വേറൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഒത്തിരി നേരം തലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പനി വരും, പിന്നെ നാളെ നമുക്ക് ഷവറിൽ കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് കുളി നിർത്തും. കാരണം നാളെയും കുളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവനെ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞു. അകത്ത് കൊണ്ടുവന്ന് അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞാൻ പതുക്കെ എൻ്റെ സ്കിൻ കെയറിലും കാര്യങ്ങളിലോട്ടൊക്കെ അങ്ങ് കടന്നു. വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമല്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ മുഖത്തിടത്തുള്ളൂ. അപ്പോൾ അത് അങ്ങ് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്തു. ഹിമാലയയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് 3-4-5 വർഷം 5 കൂടുതൽ വർഷമായി കാണും. ഈ മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറൊന്നും എനിക്ക് അങ്ങോട്ട് സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഹിമാലയയുടെ തന്നെ ഫേസ് വാഷും ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവന് ടി വി ഒക്കെ വെച്ച് കൊടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടോട്ടെന്ന് കരുതി. ഇതിനിടയ്ക്ക് അവന് ദോശ എന്തോ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വീടിനകം എല്ലാം തൂത്തുവാരാനായിട്ടുള്ള പരിപാടിയിലോട്ടൊക്കെ കടന്നു. തൂത്തുവാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വൈകിട്ടത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. വൈകിട്ട് കഴിക്കാനായിട്ടുള്ള ഡിന്നറിനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാം ഒന്ന് തൂത്തുവാരിയൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ എനിക്ക് പിന്നെ ആ ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. അങ്ങനെ തൂത്തുവാരിച്ചേക്ക് ഇങ്ങനെ ഓരോ വശത്തൂടെ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ തൂത്തുവാരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നതെന്നറിയാവോ? വണ്ടിയെ, ക്രയോൺസ്, പിന്നെ നമ്മുടെ പെൻസിലുണ്ടല്ലോ, കല്ല് പെൻസിലുണ്ടല്ലോ, നമ്മൾ സ്ലേറ്റിലെഴുതുന്ന കല്ല് പെൻസിൽ, റബ്ബർ, ക്രയോൺസ് ഒരു കെട്ട് ക്രയോണാണ് എനിക്ക് തൂത്തുവാരുമ്പം കട്ടിലിനടിയിൽ നിന്നും ഈ സെറ്റിയുടെ അടിയിൽ നിന്നും കസേരയുടെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ക്രയോൺ വാങ്ങിച്ചാലും അതിൻ്റെ കവറെല്ലാം പൊളിച്ച് കളയുക, അതെല്ലാം 4ആയിട്ട് ഒടിക്കുക. ഇതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അതെല്ലാം കുറേ എനിക്ക് കിട്ടും. എപ്പോൾ തൂത്തുവാരിയാലും എനിക്ക് 1-2 ക്രയോണെങ്കിലും വീട്ടിനുള്ളിൽ ഇത് കിട്ടും. അങ്ങനെ അവൻ്റെ കുറേ അലുക്ക് സാധനങ്ങളെല്ലാം ഞാൻ പെറുക്കിയെടുത്ത് കുറേയൊക്കെ ഞാൻ അവനോട് ചോദിക്കും, നിനക്കിനി ഇത് വേണമെങ്കിൽ ഇത് എടുത്ത് വെച്ചോ, അല്ല ഞാനിപ്പോൾ തൂത്തുവാരി കളയുമെന്ന് പറയും. അപ്പം പുള്ളി എന്ത് പരിപാടിയാണെങ്കിലും അവന് വേണ്ട സാധനമാണെങ്കിൽ അവൻ ഓടി വന്നത് എടുത്ത് വയ്ക്കും. അല്ല അവനറിയാം ഞാനത് തൂത്തുവാരി കളയും. അങ്ങനെ ഞാൻ വാരിച്ചെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഉണ്ടാക്കിയ ദോശ 2 ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി അവന് നെയ്യൊക്കെ തേച്ച് കൊടുക്കാം. അവന് നെയ്യൊക്കെ തേച്ച് ദോശ കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നെയ്യൊക്കെ തേച്ച് അതും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവന് 2 ദോശ ഉണ്ടായിരുന്നു, അവന് ചൂടാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയെല്ലാം നെയ്യ് നന്നായിട്ട് തേച്ചു. അപ്പോൾ ആ നെയ്യുടെ ഒരു രുചിയുണ്ടല്ലോ, അത് ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പതുക്കെ ആ പരിപാടിയിലോട്ടൊക്കെ കടന്ന് പതുക്കെ അടുക്കളയിലോട്ടങ്ങ് കയറി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, വൈകിട്ടത്തേക്കുള്ള ആഹാരമൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളതങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ദോശ ഈ ഒരു വലിപ്പത്തിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളിരുന്ന് കഴിക്കത്തില്ല കേട്ടോ. കുറച്ച് വല്ലതും നുള്ളി എടുത്ത് കഴിച്ചിട്ട് പിന്നെ ടി വിക്കിട്ട് നോക്കിയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അവനിട്ട് കൊടുക്കുവാണെങ്കിൽ അവനങ്ങ് കഴിച്ചോളുമല്ലോ. അപ്പം എളുപ്പമായില്ലേ, ടി വി കാണുകയോ ഓരോ പീസ് എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വൈകിട്ട് കുറച്ച് ചോറുണ്ട്. അപ്പോൾ ബാക്കി ഞാനെന്നാൽ ഓർത്ത് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പം ഇനി ചോറ് വെക്കണ്ടല്ലോ വൈകിട്ടത്തേക്ക്. ചപ്പാത്തിയും കൂടെ ആകുമ്പോൾ ഒരു 6-7 ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ ചോറും ചപ്പാത്തിയും കൂടെ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അതിനുള്ള ചപ്പാത്തി ഞാൻ റെഡിയാക്കുക. അപ്പം അതിനായിട്ട് വേണ്ടിയുള്ള മാവും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഗോതമ്പ് പൊടിയെ ഞാനിങ്ങനെ നല്ല പച്ചവെള്ളത്തിലാട്ടോ ഞാൻ കുഴയ്ക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമായിരുന്നു. പക്ഷേ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അതുകൊണ്ട് ഞാനിപ്പം പച്ചവെള്ളത്തിൽ തന്നെ ഇതെല്ലാം കുഴച്ച് വെക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയെല്ലാം മാവെല്ലാം കുഴച്ചു അടച്ചു വെച്ചു. കുറേ നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാവും. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ അവന് വന്നിട്ട് ഹോംവർക്കെല്ലാം ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുക. അടുത്ത് വന്നിരുന്നാൽ പുള്ളി എഴുതും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും, ഒരക്ഷരം എഴുതും, പിന്നെ പാട്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എഴുതും. ഭയങ്കര താമസം. അപ്പം ഞാൻ അതിനടുത്ത് വന്നിരിക്കും. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേ ഓടിപ്പോയി, മുട്ടായി ഉണ്ടോ, മുട്ടായി വേണമല്ലോ, അതിന് വേണ്ടി ഓടിപ്പോയി. അപ്പോൾ അച്ചാച്ചൻ പെൻസിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവന്. അപ്പോൾ അവന് കൊടുത്തു. അത് കിട്ടിയപ്പോൾ തന്നെ അവനത് പെൻസിൽ വെട്ടാനായിട്ടുള്ള പരിപാടിയാണ്. വേറെ ഇഷ്ടംപോലെ പെൻസിലുണ്ട്. എല്ലാം പകുതി ആകുമ്പോഴേ പുതിയ പെൻസിൽ വേണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങും. പിന്നെ അച്ചാച്ചൻ പുതിയൊരു പെൻസിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന. അപ്പോൾ അവൻ്റെ ബുക്കും തീർന്നായിരുന്നു കേട്ടോ. അവൻ്റെ മലയാളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ബുക്കൊക്കെ തീർന്നു. അപ്പോൾ അതിനൊരു ബുക്കും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ അങ്ങ് സന്തോഷമായി. ബുക്ക് കിട്ടിയപ്പോൾ ഹോംവർക്ക് ചെയ്യാനുള്ളതെല്ലാം മടക്കി വെച്ചു. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ വഴി കാട്ടാമോ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം അവനോട് ഇരുന്നുകൊണ്ട് ചെയ്യുമായിരുന്നു. ഞാൻ ആ സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനങ്ങ് അടുക്കളയിലോട്ട് കയറി. മാവ് ഞാൻ കുഴച്ചപ്പം ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഉരുളയാക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊന്നൊരു വിഷയമല്ലല്ലോ, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ പോരെ. അപ്പം ഞാൻ കുറച്ച് മാവും കൂടെ ഈ പരത്തുന്ന സമയത്ത് മാവ് നമ്മൾ മുക്കുമല്ലോ, ആ സമയത്ത് ഇച്ചിരി മാവും കൂടെ കൂടുതലിട്ടിട്ട് അതങ്ങ് സെറ്റപ്പാക്കി എടുത്ത് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി കഴിക്കാനായിട്ടുള്ള സമയമായി. 8 മണിയാകുമ്പോൾ ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കും വൈകിട്ടത്തെ. അപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഫുഡെല്ലാം എടുത്ത് വെച്ചു. അച്ചാച്ചന് ചോറ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോറ് അച്ചാച്ചന് കൊടുത്തു. ഞാനും വിഹാനും ചപ്പാത്തി കഴിച്ച്. വിഹാന് ചപ്പാത്തി കേട്ടോ ഇഷ്ടം. അവന് ചപ്പാത്തിക്ക് ഇന്ന കറി വേണമെന്നൊന്നുമില്ല. അവൻ തൈര് കൂട്ടി ചപ്പാത്തി കഴിക്കും, പഴം കൂട്ടി ചപ്പാത്തി കഴിക്കും. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതം അവൻ്റേത്. അപ്പോൾ അവൻ ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാത്ത ദിവസം വന്നിട്ട് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. പക്ഷെ അങ്ങനത്തെ ചെറിയ വാശിക്കൊന്നും ഞാൻ നിന്ന് കൊടുക്കാറില്ല. ഇവിടെ എന്താണോ അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതങ്ങ് കഴിച്ചോളാൻ പറഞ്ഞ് പതുക്കെ ചോറൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് കൊടുക്കും. അങ്ങനെ ചപ്പാത്തി കഴിക്കാനിരുന്നപ്പം മീൻകറി ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക്. പക്ഷെ അവന് മീൻകറി വേണ്ട, അവന് ജാമ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാറിന് പോയപ്പോൾ അവിടുന്ന് മേടിച്ച സ്ട്രോബെറിയുടെ ജാമാട്ടോ. അപ്പോൾ ആ ജാമ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി പോയി ജാം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പിന്നെ കുറച്ച് ജാം അവൻ്റെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. അവനിനി ജാമ് മുക്കി ചപ്പാത്തി അങ്ങ് അവിടെ നിന്ന് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ പരിപാടികളെല്ലാം ഒരു 8 മണി 8:15 ഞങ്ങളുടെ ഇങ്ങനത്തെ കലാപരിപാടികളെല്ലാം കഴിയും കേട്ടോ. വൈകിട്ടത്തെ ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാം കിച്ചണെല്ലാം ക്ലോസ് ചെയ്യും. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുക്കളയിൽ ആരും കയറാറ് പോലും ഇല്ല. അപ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിയും, പാത്രം കഴുകുന്നതും എല്ലാം കഴിയും. പിന്നെ ചൂടുവെള്ളം കുടിക്കാനുള്ളത് എടുത്ത് ഞങ്ങൾ ലൈറ്റ് നിർത്തി അടുക്കളയിൽ നിന്ന് ഇറങ്ങും. 8:45 വരെ പോകും, 9 വരെയൊന്നും പോകാറില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പെല്ലാം അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല സോഫ്റ്റ് ചപ്പാത്തി. ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പം മാവിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടിയുടെ കളറും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ നല്ലൊരു മഞ്ഞ കളറിലെ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്ഥിരം ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടക്കേട് തോന്നുമല്ലോ, ആ ഒരു ഇഷ്ടക്കേട് അങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ മഞ്ഞ കളറിലൊക്കെ ചപ്പാത്തി ആകുമ്പോൾ ഈ ബോളിയൊക്കെ ഇല്ലേ, ബോളിയുടെ ഒക്കെ ആ ഒരു കളറിലിരിക്കും. അപ്പം നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാനായിട്ട് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചനാണെങ്കിലും വൈകിട്ട് വരുമ്പം 7 മണി 7:30 ആകുമ്പോൾ വൈകിട്ട് വരുമ്പോഴേക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമല്ല അവന് കളിക്കാൻ കിട്ടത്തുള്ളൂ. ഇവിടെ അങ്ങനെ അടുത്തൊന്നും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് അങ്ങനെ കൂട്ടുകാരുടെ ഒന്നും കൂടെ പോയി കളിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. ഞാനും അച്ചാച്ചനൊക്കെ അവൻ്റെ കൂടെ കളിക്കുന്നവർ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള കളിയെല്ലാം കഴിഞ്ഞ് ഇനി വൈകിട്ട് അച്ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഫുട്ബോൾ കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും മുറ്റത്തിറങ്ങി കുറച്ച് നേരം ഫുട്ബോൾ കളിക്കുക. അതിനിടയ്ക്ക് അവിടെ എവിടെയോ മറിഞ്ഞൊന്ന് വീണു. ചെരുപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഓടുമായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പോയി വീണു. അപ്പം ഈ കോൺക്രീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ചിലയിടത്തൊക്കെ ഇങ്ങനെ മെറ്റിലൊക്കെ പൊങ്ങി നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനിട്ടൊക്കെ ഓടുമ്പോൾ കാലൊക്കെ വന്ന് അറിയാതൊക്കെ കൊള്ളുമല്ലോ. അപ്പം പോയി ചെരുപ്പിട്ടുകൊണ്ട് വാന്നും പറഞ്ഞു പിന്നെ അച്ചാച്ചൻ ഓടിച്ചു വിട്ടു. അങ്ങനെ വന്ന് ചെരുപ്പെല്ലാം ഇട്ട് പിന്നെയും പോയി കളിക്കാനായിട്ട് പോവുക. ഇനിയിപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ഒരു 9:30 വരെയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. ആ ബോൾ കളിക്കുമ്പം കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബോൾ താഴത്തെ തോട്ടത്തിലോട്ട് പോകും. അങ്ങനെ ആ താഴത്തെ തോട്ടത്തിലോട്ട് അത് തെറിച്ച് വീഴുന്നോടം വരെ കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ ബോൾ അങ്ങ് തോട്ടത്തിൽ കിടക്കും. കാരണം രാത്രിയായി കഴിഞ്ഞാൽ താഴോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നാളെ രാവിലെ പോയി അതെടുത്ത് മുമ്പേ കാണിച്ച ചട്ടിക്കകത്ത് അതുപോലെ അങ്ങ് വയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഒരു സാധാരണ വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇനി അപ്പനും മോനും അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കട്ടെ. നമുക്കിനി വീണ്ടും കാണാം. ദാറ്റ്സ് ഇറ്റ്, ബൈ.